മാനിഫെസ്റ്റിംഗ് നോളജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ആര്യശ്രീ. ഇന്ന് നമ്മൾ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗിന്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെറ്റ് ഈസ് ഈക്വൽ ടു 51, കാറ്റ് ഈസ് ഈക്വൽ ടു 45 ആണെങ്കിൽ ഈറ്റ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈറ്റിന്റെ കോഡ് എന്താണെന്നാണ്. ഇവിടെ സെറ്റ് ഈസ് ഈക്വൽ ടു 51 എന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ട് 51 വന്നു എന്നുള്ളത്. ഇവിടെ നമ്മൾ ഓഡ് നമ്പേഴ്സ് എന്നുള്ളതാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ലെറ്റേഴ്സിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കുക? ഓഡ് നമ്പേഴ്സ് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇതിന്റെ മോളിൽ എഴുതുന്നുണ്ട്, രണ്ട് നമ്പറും കൂടെ എന്തായത് കൺഫ്യൂഷൻ ആയി പോകരുത്. നമ്പേഴ്സ് 1, 3, 5, 7 ഇങ്ങനെ വരുന്ന സമയത്ത് ലാസ്റ്റ് സെറ്റിന് എന്ത് വരും? 51 വരും. അതാണ് സെറ്റ് ഈസ് ഈക്വൽ ടു 51 എന്ന് പറയുന്നത്. ഈ ഓഡ് നമ്പേഴ്സിന്റെ രീതിക്ക് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കാറ്റ് 45 ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. സി എത്ര വരുന്നത്? സി എത്ര വരുന്നത്? 5. സിന്റെ 5, ഏണ്ടതോ 1. ഏണ്ടതും സീൻ്റെതും ഒക്കെ ചിലപ്പോ എന്താണ് സ്റ്റാർട്ടിങ്ങിലുള്ളതായതുകൊണ്ട് നമുക്ക് ഒറ്റ സംഖ്യ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഈ ടീൻ്റെതൊക്കെ ആവുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി പോണം, അത് എന്താണ് ടൈം വേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ടീന്റെ നമ്പർ എത്രയാണ്? ടീന്റെ മുകളിലുള്ള നമ്പർ എത്രയാണ്? നമ്മൾ പഠിച്ച ഇജോട്ടീന്ന് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ടീന്റെ നമ്പർ എത്രയാണ്? 20 ആണ് വരുന്നത്. അപ്പൊ 20ന്റെ ഇരട്ടി എത്രയാ? 40. 40ന്ന് ഒന്ന് കുറച്ച് എത്രയാ? 39. അങ്ങനെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ഒറ്റ സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റും. ടീന്റെ ഒറ്റ സംഖ്യ 39 നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എത്രയാണ്? 39 പ്ലസ് 1 എത്രയാണ്? 40. 40 പ്ലസ് 5 45. കാറ്റിന്റെ നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ്? 45. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം? ഈറ്റിൻ്റെതും കണ്ടുപിടിക്കാം. ഈ എത്രയാണ്? ഈ ഒക്കെ സ്റ്റാർട്ടിങ്ങിലുള്ള ലെറ്റർ ആണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്താണ് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 7 കഴിഞ്ഞാൽ പിന്നെ എത്രയാ വരിക? 9. ഈൻ്റെത് 9 ആണ് വരുന്നത്. ഏൻ്റെത് 1 വരുന്നത്. നേരത്തെ തന്നെയാണ് ഇവിടെ ടീൻ്റെത് നമ്മൾ കണ്ടുപിടിച്ചാന്ന്. ഇത് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ടീൻ്റെത് എത്രയാണ്? 20 ആണ്. 20ന്റെ കൂടെ പ്ലസ് 20 40. 40 ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ 39. എത്ര വരിക? 39, 1, 40, 40, 9 എത്രയാണ്? 49. എത്രയാണ് ഇവിടെ ഉള്ളത്? ഡി ആണ് ആൻസർ വരുന്നത്. 49 ആണ് നമ്മളെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A is equal to 2, Z is equal to 52, Act is equal to 48 എങ്കിൽ ബാറ്റ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് 42, 50, 44, 46 ഇത്രയാണ് തന്നിട്ടുള്ളത്. A is equal to 2ഉം Z is equal to 52ഉം ആണ് തന്നിട്ടുള്ളെങ്കിൽ ഈ പാറ്റേൺ ഏത് രീതിക്കാണ് പോകുന്നത്? ഈവൺ നമ്പേഴ്സിന്റെ പാറ്റേണിലാണ് ഇത് പോകുന്നത്. ഇവിടെ ഇരട്ട സംഖ്യയുടെ പാറ്റേണിലാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എ എത്രയാണ്? 2 ആണ് തന്നിട്ടുള്ളത്. സെറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? 52 ആണ്. അപ്പൊ എ 2 ആണെങ്കിൽ ഇത് ഇരട്ട സംഖ്യയുടെ പാറ്റേണിലാണ് പോകുന്നതെങ്കിൽ ബി എത്രയായിരിക്കും? 4. സി എത്രയായിരിക്കും? 6. അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ട് ഒന്ന് എന്ത് ചെയ്യാം? ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. എ എത്രയാണ് വരുന്നത്? 2. സി എത്രയാണ് വരുന്നത്? 6. ടി എത്രയാന്ന് നോക്കാം. ടി കാണണമെങ്കിൽ എവിടെയാണുള്ളത്? ഇങ്ങാണുള്ളത് ടി. പെട്ടെന്ന് നമുക്ക് എന്താണ് ഇങ്ങനെ എണ്ണി പോക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ടീന്റെ നോർമൽ നമ്പറിന്റെ ഇരട്ടി അതാണ് ഈവൺ നമ്പർ ആയിട്ട് കാണുന്നത്. അപ്പൊ എത്രയാണ്? ടീന്റെ ഇരട്ടി എത്രയാ വരിക? നോർമൽ നമ്പർ 20 ആണ്. അപ്പൊ അതിന്റെ ഇരട്ടി 40 വരും. നമുക്കൊന്ന് കൂട്ടി നോക്കാം. 40ഉം 6ഉം 46, 46ഉം 2ഉം എത്രയാണ്? 48. ഇവിടെ നമുക്ക് ആക്ടിൻ്റെത് കിട്ടി 48. നമുക്ക് ബാറ്റിൻ്റെത് ഇതേപോലെ എന്താന്ന് ചെയ്ത് നോക്കാം. ബാറ്റിൻ്റെത് BAT. ബിന്റെ എത്രയാണ് വരുന്നത്? 4 ആണ്. ഈവൺ നമ്പേഴ്സ് 4 ആണ് വരുന്നത്.
എൻ്റെത് എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. ടീൻ്റെത് എത്രയാണ്? നോർമൽ നമ്പർ എത്രയാണ്? 20 ആണ്. ഈവൻ നമ്പർ കാണാൻ വേണ്ടിയിട്ട് 20ന്റെ കൂടെ പ്ലസ് എന്താക്കുക? 20 ചെയ്യാം. എത്ര വരും? 40 വരും. അപ്പൊ നമുക്ക് നോക്കാം. 40ഉം 4ഉം 44, 44ഉം 2ഉം 46. ഇത്രയും നമ്മളെ 46. ഇതാണ് നമ്മളെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫിഷ് ഈസ് ഈക്വൽ ടു 66, സി ഈസ് ഈക്വൽ ടു 56, ബോട്ട് ഈസ് ഈക്വൽ ടു എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വരുന്നത് 73, 70, 35, 37 എന്നുള്ളതാണ്. ഇവിടെ വരുന്നത് റിവേഴ്സ് ഓർഡർ എന്നുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കണം. എന്റെ തൊട്ട് താഴെ സെറ്റ് വരണം, ബിന്റെ താഴെ ബൈ. നമ്മൾ പറഞ്ഞു എം എന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ഇങ്ങോട്ട് നമ്പർ ഇട്ട് തുടങ്ങണേ. നിങ്ങൾ ഇങ്ങനെ എഴുതുക. ഇനി നമുക്ക് നോക്കാം. എഫ് റിവേഴ്സ്. എഫിന്റെ തൊട്ട് താഴെ ഏതാ വരുന്നത്? യു അല്ലേ? അപ്പൊ എഫിന്റെ തൊട്ട് താഴെ വരുന്ന ലെറ്ററിന്റെ നമ്പർ ആണ് നമ്മൾ എവിടെ എഴുതേണ്ടത്? ഇവിടെ എഴുതേണ്ടത്. എത്രയാണ് വരുന്നത്? 21 ആണ് വരുന്നത്. അതേപോലെ ഐന്റെ നിങ്ങൾ നോക്കിയേ. ഐന്റെ റിവേഴ്സ് ആയിട്ടുള്ളത് എത്രയാണ് വരുന്നത്? 6 ആണ് വരുന്നത്. 6ന്റെ നമ്പർ എത്രയാണ് വരുന്നത്? 18 ആണ് വരുന്നത്. 18. ഇനി എസ്. എസിന്റെ റിവേഴ്സ് ഏതാണ് വരുന്നത്? എസിന്റെ റിവേഴ്സ് എച്ച് ആണ് വരുന്നത്. എച്ചിന്റെ നമ്പർ 8. അതേപോലെ അടുത്തത് എച്ചിൻ്റെത്. എച്ചിൻ്റെത് എത്രയാണ് റിവേഴ്സ് വരുന്നത്? എസ് ആണ്. എസിന്റെ നമ്പർ 19. ഇനി നമുക്ക് എന്താ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 9 1 10, 10ഉം 8ഉം 18, 18 8 26, 26ല് 2 ബാക്കി, 2 2 4, 4 2 6, 66. ഫിഷിന്റെ നമുക്ക് കിട്ടിയേ 66 കിട്ടിയേ. ഇനി നമുക്ക് എന്ത് നോക്കാം? സീൻ്റെത് ചെയ്ത് നോക്കാം. എസ് ഇ എ. എസിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഏതാണ്? എച്ച്. എച്ചിന്റെ നമ്പർ എത്രയാണ്? 8. ഇൻ്റെത് എവിടെ? ഇന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്? വി ആണ്. വിന്റെ നമ്പർ എത്രയാണ്? 22. എൻ്റെത് നോക്കുക. എൻ്റെത് എത്രയാണ്? 26. ഇതൊന്ന് കൂട്ടി നോക്കാം നമുക്ക്. 6ഉം 2ഉം 8, 8ഉം 8ഉം 16, 1 ബാക്കി, 2 2 4 1 5. എത്രയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്? 56. ഇതും നമുക്ക് കിട്ടിയേ. ഇനി നമ്മൾ എന്താ വേണ്ടത്? ബോട്ടിൻ്റെതാണ്. ബി ഒ എ ടി. മനസ്സിലാവുന്നില്ല എല്ലാവർക്കും? ബിന്റെ നമുക്ക് നോക്കാം. ബിന്റെ എത്രയാണ് വരുന്നത്? 25 ആണ്. 25. ഓൻ്റെത് എവിടെ? ഓൻ്റെത് എല്ലിന്റെ നമ്പർ എത്രയാണ്? 12 ആണ്. 12. എൻ്റെത് 26. ടീൻ്റെത് 7. നമുക്ക് എന്തൊക്കാം? ഒന്ന് കൂട്ടി നോക്കാം. നമുക്കിത് എന്താക്കാം? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 5ഉം 2ഉം എത്രയാണ്? 7. 7 7 14, 14 6 20. 20ന് 2 ബാക്കി, 2 2 4, 4 2 6, 6 1 7. നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കിയേ. ഓപ്ഷൻസിൽ ഉണ്ട് അല്ലെ? 70. ബി ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗിഫ്റ്റ് ഈസ് ഈക്വൽ ടു 5 1 3 7, ബാറ്റ് 9 2 4 എന്നാൽ ഗേറ്റ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതെങ്ങനെയാ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഗിവിലുള്ള ലെറ്ററും ബാറ്റിലുള്ള ലെറ്ററും തന്നെയാണ് ഗേറ്റിലും വരുന്നത്. അപ്പൊ ഇതൊന്ന് മാറ്റി എഴുതാം. ഗിവിൻ്റെതും ബാറ്റിൻ്റെതും ജി ഐ വി ഇ. നോക്കാം. ജിക്ക് എത്ര വരുന്നത്? 5, ഐക്ക് 1, വിന്റെ നമ്പർ എത്ര വരുന്നത്? 3, ഇന്റെ നമ്പറോ 7 അല്ലെ? ഇനി നമുക്ക് ബാറ്റിന്റെ എഴുതി നോക്കാം. ബി എ ടി. ബിന്റെ ഏതാ വരുന്നത്? 9. അതേപോലെ എൻ്റെത് 2, ടീൻ്റെത് 4. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഗേറ്റ് അല്ലേ കാണേണ്ടത്? ജി എ ടി ഇ. ഇവിടെ ജിന്റെ ലെറ്റർ ഏതാ വരുന്നത് നോക്ക്? 5. എത്ര വരുന്നത്? 5. എന്റെ നമ്പർ ഏതാ വരുന്നത്? 2. ടീന്റെ നമ്പർ ഏതാ വരുന്നത്? 4. ഈൻ്റെതോ 7. ഇതിലുള്ള ലെറ്റർ എന്താക്കിയാ നേരെ ഇങ്ങോട്ട് മാറ്റി എഴുതുക എന്ന് മാത്രം ചെയ്താൽ മതി. കൂടുതലൊന്നുമില്ല. നമുക്ക് ഓപ്ഷനിൽ എന്താ ആൻസർ ഉണ്ടോ നോക്കാം. 5 2 4 7.
5247. ഡി ആണ് നമ്മുടെ എന്ത് ആൻസർ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബ്ലാക്ക് എന്നത് 29 എന്ന് എഴുതാമെങ്കിൽ ഗ്രീൻ എന്നത് എങ്ങനെ എഴുതും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് 47, 50, 48, 49. നമ്മൾ ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഈ ടേബിളിലെ നമ്മൾ എന്താ ലെറ്റേഴ്സിന്റെ നമ്പർ ഡയറക്റ്റ് അങ്ങ് എഴുതി കൊടുത്താൽ മതി. ഇതിൽ കൂടുതലൊന്നുമില്ല. ബ്ലാക്കിന്റെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. BLACK. ബിന്റെ എത്രയാണ് വരുന്നത്? 2 ആണ്. എല്ലിന്റെ എത്രയാണ് വരുന്നത്? 12 ആണ്. എന്റെ നമ്പർ 1 ആണ്. സിന്റെ നമ്പർ 3 ആണ്. കെന്റെ നമ്പർ എത്രയാണ് വരുന്നത്? കെന്റെ നമ്പർ 11 ആണ്. ഇതെല്ലാം കൂടെ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 12 ഉം 2 ഉം 14, 14 1 ഉം 15, 15 ഉം 11 ഉം 26, 26 ഉം 3 ഉം 29. അപ്പൊ ഇതെത്ര കിട്ടി നമുക്ക്? ഇത് നമ്മൾ കൺഫേം ചെയ്തു. ബ്ലാക്ക് 29 കിട്ടി. നീണ്ടത് എഴുതാം. ജി എത്രയാണ് വരുന്നത്? 7. ആർ എത്രയായിരുന്നത്? 18. ഈ എത്രയായിരുന്നത്? 5. പിന്നെ ഈ വരുന്നുണ്ട് 5. എത്രയായിരുന്നത്? 14. ഇതൊക്കെ നമുക്ക് എന്താക്കാം? ഒന്ന് കൂട്ടി നോക്കാം. 18 ഉം 10 ഉം 28, 28 ഉം 14 ഉം 42, 42 ഉം 7 ഉം 49. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 49 കിട്ടി. നമ്മുടെ ഓപ്ഷനിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 49. അപ്പൊ ഈ ഒരു സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു എവരിവൺ.